ഇപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങല്ലേ? ഓക്കെ. എന്താ പുതിയ എന്തോ സാധനം ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വന്നു, സംഭവം വന്നു. മൈക്കോത്ത്. ഓക്കെ. ഇന്ന് വേറൊരു അതിഥി ഉണ്ട്. നമ്മള് ഫസ്റ്റില് നീ പറഞ്ഞത് ഫസ്റ്റില് ഞാൻ പറഞ്ഞ ആരാണ്? അഖിൽ. പരിചയപ്പെടുന്നത് അഖിൽ. ഓക്കെ. അപ്പൊ നമ്മളിന്ന് ഇവന്റെ കഥയിലേക്കാണ് പോവാൻ പോകുന്നത്. നിന്റെ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? എങ്ങനെയാണ് നിന്റെ താമസം? അതിന് മുമ്പ് കാര്യണ്ട്. ഇവനെന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ കാര്യം ഫസ്റ്റത്തെ കഥയിൽ സംഭവിച്ച അത് പറഞ്ഞു. പിഴകമൊന്നുമല്ല, അവൻ പറയാൻ വിട്ടുപോയതല്ല. അതെന്നാന്ന് പറ. വേറൊന്നുമല്ല, ഇവൻ അന്ന് പറഞ്ഞില്ലേ ആ കഥയില് എന്താ ഇവന് ഞാൻ മാത്രം ഇവിടെ കോണ്ടാക്ട് ഉള്ളൂ. പക്ഷെ ഇവൻ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ നാട്ടിലല്ല ആ സമയത്ത്. അതായിരുന്നു, അല്ലാണ്ട് വേറൊന്നുമില്ല. നീ നാട്ടിലായിരുന്നു ആ സമയത്ത്, അതാണ് നീ പറയുന്നത്. ഇവനത് പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയി. അപ്പൊ അത് ഭയങ്കര വിചാരിക്കും. അത് കറക്റ്റാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ സംഭവം ആൾക്കാരെന്ത് വിചാരിക്കും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മള് അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ നിന്റെ ഇന്നത്തെ സംഭവം പറ. നീ വന്നിട്ട് ടൊറങ്ക, നിന്റെ സ്ഥലം, താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞ തുടക്കം കൊണ്ട്. അല്ല, നമ്മള് പറഞ്ഞിട്ടില്ല. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഒരു കൊല്ലം എന്ത് ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെയല്ല, എന്ത് ചെയ്യണം എന്നല്ല, പല കാര്യങ്ങളും വന്നു. എനിക്ക് ഇഷ്ടമായില്ല, വീട്ടിലിഷ്ടമായില്ല. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാരും കൂടി ഒരു തീരുമാനത്തിലെത്തി പുറത്തേക്ക് പോയി പഠിക്കാന്നുള്ളത്. അങ്ങനെയാണ് ആദ്യം നോക്കിയത്. കാനഡയായിരുന്നു. പിന്നെ കാനഡ കഴിഞ്ഞ് കാനഡയ്ക്ക് പറ്റായൊന്നുമില്ല. കാനഡയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കാണ് കുഴപ്പം. IELTS 2 വട്ടം എഴുതിയിട്ടും കാനഡയ്ക്കുള്ള IELTS സ്കോർ ആയില്ല. അപ്പോഴാണ് നമ്മള് ന്യൂസിലാൻഡ് നോക്കിയാലോ എന്നിങ്ങനെ ഒരു ആലോചന വന്നത്. ന്യൂസിലാൻഡിക്ക് എന്റെ അന്നത്തെ സ്കോറുകളൊക്കെ നോക്കിയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും 3ാമത്തെ വട്ടം എഴുതിയെടുക്കായൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ 2 ഇതിൽ കാനഡ കിട്ടിയില്ല. പക്ഷെ 2ാമത്തെ വട്ടം ഇതിൽ ന്യൂസിലാൻഡ് ഞാൻ ക്വാളിഫൈ ആയിരുന്നു. വീണ്ടും ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് കൊടുക്കാതെ കാനഡ നോക്കാം എന്ന് വെച്ചിട്ടാണ് ഒന്നും കൂടി എഴുതിയത്. അത് കിട്ടിയില്ല. ന്യൂസിലാൻഡിന് കുറഞ്ഞ് വന്നുള്ള. അങ്ങനെ ഇതില് ഫണ്ടില്ല. ഫണ്ടിലേക്ക് വരുമല്ലേ അവൻ വരുന്ന പറഞ്ഞോണ്ടിരിക്കല്ലേ. അങ്ങനെ ഇവൻ പറഞ്ഞ പോലെ എനിക്ക് അന്ന് വരുന്ന സമയത്തോ കാര്യങ്ങൾക്കോ എനിക്ക് ഇവിടെ യാതൊരു വിധ ആളായിട്ടും അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ആ കൂടി എന്താ പറയാ, ഒരാളെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, നിമിഷന പേര്. പുള്ളി എവിടെയാന്ന് പോലിക്ക് പറയില്ല, കോണ്ടാക്ട്. ആള് കൂടി ഉണ്ടാവും, ഓക്ലാൻഡിൽ ഞാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ആളായിട്ട് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ആൾക്കും ഇതേപോലെ തന്നെ, ആൾ ഓക്ലാൻഡായിരുന്നു, ഞാൻ ടൊറന്റോക്കാ പോണേ. എന്റെ കോളേജ് ടൊറന്റോയിലായിരുന്നു. അങ്ങനെ അപ്പൊ ഒരാളെയും പരിചയമില്ല. അങ്ങനെ സ്ഥിരം പരിപാടി എല്ലാരും പറയണത് തന്നെ മാർക്കറ്റ് പ്ലേസ് നോക്കുക, താമസ സൗകര്യത്തിന് വേണ്ടിട്ട് മാർക്കറ്റ് പ്ലേസ് നോക്കുക. അങ്ങനെ ഇങ്ങനെയൊക്കെയോ എവിടേക്കോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ തന്നെ മെസ്സേജ് അയച്ചു. അതില് ഇന്ത്യൻ തന്നെ, പഞ്ചാബി മെസ്സേജ് അയച്ചു. ഇങ്ങനെ റൂമുണ്ട്, ഇതാണ് റെന്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. വേറെ ഓപ്ഷൻ അങ്ങനെ ഇവിടുന്ന് ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്ന് ടൊറന്റോക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അത് എന്തോ ഭാഗ്യത്തിന് അന്ന് കോളേജിന് ഫ്രീ മറ്റേ സാധനം ഉണ്ടായിരുന്നു. ഹോം സ്റ്റേ അല്ല, ഫ്രീ ഹോം സ്റ്റേ അല്ല, മറ്റേ സാധനം. വീണ്ടും മറ്റേ സാധിച്ചു എന്റെ പൊന്നളിയ. നമ്മുടെ ഷട്ടിൽ സർവീസ് അതുണ്ടായിരുന്നു, കോളേജ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. അങ്ങനെ ചെന്നിറങ്ങിയപ്പോ അങ്ങനെ ടൊറന്റോയിലെത്തിയപ്പോ അത് ഇതേപോലെ ഒക്ടോബർ ആണ്. പക്ഷെ തണുപ്പ്, സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ ആവാൻ പോവല്ലേ, അപ്പോഴും തണുപ്പ് തന്നെയായിരുന്നു. അതായത് ആദ്യമായിട്ട്
ഒരു ദിവസം വേറൊരു സ്ഥലത്തെ ക്ലൈമറ്റും ക്ലൈമറ്റിലേക്ക് വന്നു. അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞ് ഞാൻ റൂമിൽ കയറിയപ്പോണ്ട് റൂമിലത്തെ അവസ്ഥ. റൂമിൽ ഓൾറെഡി രണ്ടാളുണ്ട്. ഓൾറെഡി നീ കിടക്കുന്ന റൂമിൽ തന്നെ വേറെ രണ്ടുണ്ട്. ഒരു റൂമിൽ തന്നെ ഒരു മൊത്തം room. 3 പേരായി. 3 പേരായി. എന്നിട്ട് ഞാൻ രാത്രിയാണോ? രാത്രിയല്ല, ഒരു സന്ധ്യ സമയം അങ്ങനെ വന്ന് ചെന്ന് കയറി കഴിഞ്ഞപ്പോണ്ട്. പക്ഷെ റെന്റ് ആണ് ഹൈലൈറ്റ്. $150 ഒരാൾക്ക്. അതായത് 3 പേരുണ്ടായിട്ട് ഒരാൾക്ക് 150 ആ സമയത്ത്. അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ അധികം ഞാൻ അവിടെ നിന്നില്ല. വേഗം അവിടെ നിന്ന് ഞാൻ സ്കൂട്ടർ ഒന്നരാഴ്ച അങ്ങനെ ഞാൻ നിന്നുള്ള. അവിടെ പറ്റാണ്ടായപ്പോ ഞാൻ പോന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ കോളേജ് അവിടേക്കാണ് വരുന്നത്. അങ്ങനെ എന്നിട്ട് എത്തി. എനിക്ക് പറ്റാണ്ടായപ്പോ ഞാൻ വേറെ നോക്കി. വേറെയും അത് കോളേജിന് അടുത്താണ്, നടക്കാനുള്ള ദൂരമാണുള്ളത്. അങ്ങനെ പക്ഷെ അവിടെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മുടെ ഭക്ഷണങ്ങള് കാര്യങ്ങള്, അതായത് കിവി അല്ല, ഇത് വേറൊരു വീടാ. അപ്പൊ അവിടെ ഇന്ത്യൻസിന് എത്തിയിട്ടില്ല. എത്തണു ഇപ്പത്തും. അങ്ങനെ അവിടെ ഇതേപോലെ പ്രശ്നങ്ങളായി. ആ വീട്ടിൽ നിന്നപ്പോഴും എന്താ പറയാ, നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി എന്തും ഉണ്ടാക്കാം, നോൺ വെജ് പറ്റില്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മാറി. അങ്ങനെ എന്റേതായ ഒരു ഫ്രീ സ്പേസ്, പ്രൈവസി കാര്യങ്ങള് ഒക്കെ വേണമെന്ന് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കിവി അമ്മാമ്മയുടെ അങ്ങനെ എത്തി. ആളുടെ വീട്ടില് അങ്ങനെ നിന്ന് തുടങ്ങി. അപ്പൊ ഒരു കിവി അമ്മാമ്മ അല്ലെങ്കിൽ ഇവിടത്തെ ആളുടെ ഒരു വീട്ടില് നമുക്കൊരു റൂം അങ്ങനെയൊക്കെ പറയുമ്പോ, അതായത് ഇന്ത്യൻ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അങ്ങനെ നിന്ന പോലെ നമുക്ക് നിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഇപ്പൊ ഒരു അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുത്തു. അല്ലല്ല, ഫുഡ് ആദ്യം ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ എന്റെ ജോലി സമയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആള് പതുക്കേനെ എന്താ പറയാ, ആള് റെന്റില് ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്. അല്ല, അവരല്ല, ആള് ഫുഡ് മേടിച്ചു വെക്കും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടാക്കാം. കുക്ക് ചെയ്യണമെന്ന് വേണം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ അങ്ങനെ പോയി ഇപ്പൊ ഒരു 3-4 ഇപ്പൊ ഞാൻ വന്നിട്ട് 6 വർഷമാവും. വീട് ഞങ്ങള് മാറിയിട്ടുണ്ട്. ആളും ഞാനും. പുള്ളിക്കാരിക്ക് വീടൊരു എടുത്തു വെച്ചാ പോലും അത് പുള്ളിക്കാരി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ആൾക്കാരുടേതായ രീതിയിൽ അങ്ങനെ മാറ്റി. അപ്പൊ ഇങ്ങനെ അവിടെ നിന്നുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലും ഉണ്ട്. അതായത് നമുക്ക് സംസാരിക്കണ കാര്യങ്ങൾ സംസാരിക്കാം. എന്നാ നമ്മുടെ റൂമിൽ വേറെ ആരുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലോ കാര്യങ്ങളൊക്കെ അതിന്റേതായ പ്രൈവസിയും കാര്യങ്ങളും. ഇത്രേ ഉള്ളൂ. മറ്റേ നാട്ടിലെ മലയാളികളോ ഹിന്ദിക്കാരോ ഒന്നും ആവണമെന്നില്ല ഇതാവാത്തത്. പക്ഷെ ആള് നമ്മളെന്താ പറയാ, സ്വന്തം മോനെ പോലെയൊക്കെയാണ് ആള് കാണുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ആൾക്ക് ഇപ്പൊ 6 വയസ്സായി, 76 വയസ്സായി. അപ്പൊ ആളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് അതേപോലെ കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം പോലെ അങ്ങനെ വന്ന് ഒരു കുടുംബം പോലെ സെറ്റ് ആയിട്ട് ഇപ്പൊ എപ്പോഴും താമസിച്ചോണ്ടിരിക്കും. 3-4 കൊല്ലമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ഒരു രീതിയിൽ താമസിച്ചോണ്ടിരിക്കും. അതിപ്പോ മറ്റേ വീട്ടിൽ നിന്നുള്ള ബ്രൗൺ ഇട്ട് സംസാരിക്കും. എന്നിട്ട് എങ്ങനെയാ സംഭവം? എന്നിട്ട് എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോ അടുത്ത ടൊറങ്കിലെ കഥയായിട്ട് നീ എന്നത്തേക്ക് വരും? അത് ടൊറങ്കില്ല, നമുക്ക് ഇനി അമ്മച്ചീനെയൊക്കെ ഒന്ന് കാണിക്കാം. അമ്മച്ചീനെ ഇനിയിപ്പോ നമുക്ക് ടൊറങ്ങിക്ക് അവിടെ നമ്മുടെ ഇതിന്റെ പിന്നിലുള്ള ആളെയും കൂടി ഒരു ദിവസം പരിചയപ്പെടാം. പിന്നിൽ ഒരാള് നിൽക്കുന്നുണ്ട് അവിടെ. അവന് വേറെ ഒത്തിരി കഥകളുണ്ട്. വേറെ വലിയ അവനൊരു ദിവസം നമ്മൾ മുന്നിൽ കൊണ്ടുവരും. അവനെ കൊണ്ടുവരണം ഒരു ദിവസം. അപ്പൊ അങ്ങനെയൊക്കെ അടുത്ത കഥകളായിട്ട് ഒത്തിരി സംഭവം വലിച്ചു നീട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല.